ട്രേഡിങ് ആക്ച്വലി ഇപ്പോഴും ഒരു അണ്ടർ റേറ്റഡ് ഒരു സെഗ്മെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. വിച്ച് മീൻസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ മിനിമൽ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഗ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു എക്സാക്ട് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആക്ച്വലി ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നിട്ട് അറൗണ്ട് ഒരു 5 years ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 5 yearsൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആളുകൾക്ക് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരുന്നില്ല. ഈവൻ ആ ഒരു കൊറോണ ആ ഒരു പീരീഡ് വരെ. അതാണ് ഇതിൽ പറഞ്ഞത്, ട്രേഡ് മ്യൂച്വൽ ഫണ്ട്സ് ഷെയർസിനെ പറ്റിയാണ്. എന്റെ വാപ്പൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എത്ര ആളുകൾ ഇപ്പൊ ബാംഗ്ലൂർ നോക്കി കഴിഞ്ഞാൽ എന്റെ വാപ്പാന്റെ പ്രായമുള്ളവരൊക്കെ ഓരോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വാങ്ങിയിട്ട് അവിടെ ലാൻഡ് വാങ്ങുന്നത്, കാർ വാങ്ങുന്നത്. അന്നത്തെ കാലത്ത് ഇവിടെ സ്കാം ആണല്ലോ. സെബി പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിട്ട് പോലും അങ്ങനൊരു പിക്ചർ. യു ക്യാൻ കണ്ടിന്യൂ. ഞാൻ പറയാം, അതാ ഞാൻ പറഞ്ഞത്. അത് ആ ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരാളെന്ത് പറയുന്നു അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു സ്റ്റഡി നടത്താനോ ഉള്ളൊരു ശ്രമം ഇല്ലല്ല. ആ ആളെന്ത് പറയുന്നു അല്ലെങ്കിൽ പോപ്പുലർ ആണോ അല്ലെങ്കിൽ 4 പേരുടെ ഇടയിൽ കുറച്ചൊരു എന്താ പറയുക ഒരു മഹത്വമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ വിഴുങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. സ്റ്റിൽ ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ ഇപ്പോഴും ആ ഒരു തലത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ആ ഒരു നോളജിൻ്റെ കുറവാണ്. ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് വരാത്തത് എന്നുള്ളത് ആലോചിച്ചിട്ട് അവരിപ്പോഴും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ സിംപ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ലെറ്റ്സ് ഫെമിലിയർ ആയിട്ടുള്ള ആളെടുക്കാം. ഇപ്പോൾ വാരൻ ബഫറ്റ് ബില്യനെയറാണ്. ഇപ്പം റീസെൻ്റ്ലി പാസ് അവേ ആയിപ്പോയ രാകേഷ് ജുഞ്ചുംവാല, ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. സോ ഇവരൊക്കെ ബില്യനേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. സോ ഇവർ ക്രിയേറ്റ് ചെയ്ത വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ പറയുന്ന ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കാറ്റഗറീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ സ്കാമിനെ കുറിച്ച് നമ്മൾ വേറെ വരുന്നുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് റാൻഡമായിട്ടൊന്ന് പറയാം. ഇപ്പോൾ ഒരു 10 yearsൻ്റെ ഒരു ഡാറ്റ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ എത്രയോ സ്കാമായിട്ടുള്ള കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ബിറ്റ് കോയിനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ, ഇപ്പോൾ ഈ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിക്ക് ഭൂമി കിട്ടിയതപ്പോഴാണ് ഇപ്പോൾ റീസെൻ്റ്ലി ആണ്. അല്ലാതെ ഇപ്പം ഒരിക്കലും ഈ ബിറ്റ് കോയിൻ ലോഞ്ച് ചെയ്ത ടൈമിൽ ഈ പറയുന്നൊരു ഭൂമോ കാര്യങ്ങളൊന്നും ഈ ഇൻഡസ്ട്രിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ആളുകൾ അവെയറായി തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ ഈ അവെയർനെസ് ഉള്ള ആളുകളെ കണ്ടെത്താനും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മീഡിയം, ഇപ്പോൾ ലെറ്റ്സ് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്നുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ആളുകൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ അവെയറായി തുടങ്ങിയതും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഈ ഒരു ടൈമിലാണ്. സോ ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു സ്കാമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഭയങ്കര വലിയൊരു സ്കാമായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 to 7 years ബാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു BTC ബിറ്റ്സ്. സോ ആ ഒരു തലത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകൾ ഇപ്പോൾ എൻ്റെ ഒരു അറിവിലൊരു 10 വർഷത്തെ ഒരു ഡാറ്റ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്ക് പ്രകാരം തന്നെ അറൗണ്ട് ഒരു 20-25 നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സ്കാമുകളുണ്ട്. അതുകൂടാതെ ചെറിയ രീതിയിൽ ബിഗ് സ്കാംസ് ഉണ്ട്. അതുകൂടാതെ ചെറിയ രീതിയിൽ സംഭവിച്ചിട്ടുള്ളത് അത് വേറെ ഉണ്ട്. സോ ഈ പറയുന്ന 10 വർഷത്തെ ഡാറ്റ നമ്മൾ എടുക്കുമ്പോൾ ഈ 10 വർഷവും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ആളുകളും സെയിം ആളുകളായിരിക്കും. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ഈ പറയുന്ന BTC ബിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. BTC ബിറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ പേരിൽ നടന്ന സ്കാമാണ്. എന്ന് വെച്ചാൽ ലെജിറ്റ് ആയിട്ടുള്ളൊരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിൻ്റെ പേരിൽ നടന്നൊരു സ്കാമാണ്. എന്ന് വെച്ചാൽ ആ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ ഈ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർ ഡേ ഇത്ര റിട്ടേൺസ് തരാം അല്ലെങ്കിൽ ഇത്ര % റിട്ടേൺസ് തരാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഉള്ള സ്കാമുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോൺസി സ്കീമുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പണ്ട് ഇനീഷ്യലി ഇത് വന്ന സമയത്ത് പിന്നെ ആളുകൾക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ ഇത് കൺസിസ്റ്റൻ്റ്ലി ഒരു 3 മാസം കൂടുമ്പോൾ പുതിയൊരു ടീം ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആളുകൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതെ, അതിൽ റിസ്ക് എടുക്കാൻ ആളുകൾ റെഡിയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ബിറ്റ് കോയിൻ വരുന്ന മുമ്പ് പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ആട്, തേക്ക്, മാഞ്ചിയം, RMB.